സ്റ്റുഡൻസ്, നമ്മൾ അടുത്തായിട്ട് നോക്കാൻ പോകുന്ന ടോപ്പിക്ക് ഫിൽറ്റർ സർക്യൂട്ട്സ് ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി കണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളൊരു സപ്പോസ് വി യൂസ് എ ഫുൾ വേവ് റെക്ടിഫയർ. ദ ഔട്ട്പുട്ട് ഓഫ് ദി rectifier consists of both AC and DC components. The output waveform, the output voltage or current, it is not a perfect DC, but or we can say that the output is a pulsating DC. We can say the AC component is undesirable and must be removed from the load. We do not want any AC component in the output. A filter circuit is a device which removes the AC component of the rectifier out but allows the DC component to reach the load. Filter circuits, we are using it to remove the AC components of a rectifier output, but it has to allow the DC component to reach the external load resistance. അതായത് ഫിൽറ്റർ സർക്യൂട്ട് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ റെക്ടിഫയർ ഔട്ട്പുട്ടിൽ വരുന്ന AC കോമ്പണൻസ് ഒരിക്കലും ലോഡിലെത്താൻ പാടില്ല. അതുപോലെ DC കോമ്പണൻറ്റ് ലോഡിലെത്തുകയും വേണം. അങ്ങനെ യൂസ് ചെയ്യുന്ന സർക്യൂട്ട്സിനെയാണ് നമ്മളെന്ത് പറയുന്നത്? ഫിൽറ്റർ സർക്യൂട്ട്സ്. എ ഫിൽറ്റർ സർക്യൂട്ട് ഷുഡ് ബി കണക്റ്റഡ് ബിറ്റ്വീൻ ദ റെക്ടിഫയർ ആൻഡ് ദ ലോഡ്. റെക്ടിഫയർ ഔട്ട്പുട്ട് നിങ്ങൾക്ക് ആ സർക്യൂട്ട് നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും. റെക്ടിഫയർ ഔട്ട്പുട്ടിന് ഇൻ ബിറ്റ്വീൻ ലോഡ് റെസിസ്റ്റൻസ് ആണ് നമ്മൾ ഇവിടെ ഈ കേസിലാണെങ്കിൽ ഒരു കപ്പാസിറ്ററാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം ഇൻ ബിറ്റ്വീൻ റെക്ടിഫയർ ഔട്ട്പുട്ട് ആൻഡ് ലോഡ് റെസിസ്റ്റൻസ് വി ഹാവ് ടു കണക്ട് ദ ഫിൽറ്റർ സർക്യൂട്ട്. യൂഷ്വലി ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഇൻഡക്റ്റേഴ്സ് ആൻഡ് കപ്പാസിറ്റേഴ്സ്. അത് ഇൻഡക്റ്റേഴ്സും അതുപോലെ കപ്പാസിറ്റേഴ്സിൻ്റെയും കോമ്പിനേഷൻസ് ആണ് നമ്മൾ പൊതുവെ ഫിൽറ്റർ സർക്യൂട്ട്സ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. എ കപ്പാസിറ്റർ allow AC to pass through it but does not pass DC. ഒരു കപ്പാസിറ്റർ ആണെങ്കിൽ അത് എപ്പോഴും ഒരു എസിനെ പാസ് ചെയ്യിക്കും, ഡിസിനെ പാസ് ചെയ്യിക്കില്ല. ഇൻഡക്റ്റർ ഒപ്പോസ് AC ബട്ട് അലൗസ് DC ടു പാസ് ത്രൂ. ഇൻഡക്റ്റർ ആണെങ്കിൽ എസിനെ പാസ് ചെയ്യിക്കില്ല, പക്ഷേ ഡിസിനെ അത് പാസ് ചെയ്യിക്കും. Most commonly used filter circuits are capacitor filter, choke input filter and capacitor input filter or pi filter. 3 ടൈപ്പ് ഫിൽറ്റർ സർക്യൂട്ട്സ് ആണ് നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത്. ഒന്നാമത്തത് കപ്പാസിറ്റർ ഫിൽറ്റർ ആണ്, ദെൻ സെക്കൻഡ് വൺ ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ ആണ്, ആൻഡ് ദ തേർഡ് വൺ പൈ ഫിൽറ്റർ അല്ലെങ്കിൽ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ എന്നുള്ള ടൈപ്പ്. 3 ടൈപ്പാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ബിഫോർ കമ്മിങ് ടു ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ സർക്യൂട്ട്സ്, നമുക്ക് എന്താണ് ഈ കപ്പാസിറ്ററിൻ്റെയും അതുപോലെ ഒരു ഇൻഡക്ടറിൻ്റെയും വർക്കിംഗ് എന്നുള്ളത് നോക്കാം. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ നിങ്ങൾക്കറിയാം, കപ്പാസിറ്ററിൻ്റെ കപ്പാസിറ്റൻസ് C ആണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC എന്ന് പറയുന്ന ക്വാണ്ടിറ്റി, കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് XC ഓഫേർഡ് ബൈ ദ കപ്പാസിറ്റർ. അതായത് നമ്മൾ അവിടെ റിയാക്റ്റൻസ് എന്ന് പറയുന്നത്, നമ്മൾ സാധാരണ ഒരു റെസിസ്റ്റർ ആണെങ്കിൽ നമ്മൾ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന പോലെ കപ്പാസിറ്ററും അതുപോലെ ഇൻഡക്ടറും ആണെങ്കിൽ നമ്മൾ അത് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസിനെ നമ്മൾ പറയുന്നത് റിയാക്റ്റൻസ് എന്നാണ്. അപ്പോൾ കപ്പാസിറ്റർ ഓഫർ ചെയ്യുന്ന റിയാക്റ്റൻസ്, ദാറ്റ് ഈസ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്. കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഈസ് ഡിനോട്ടഡ് ആസ് XC and which is given by 1/2 pi FC. So what is the equation for XC? X is equal to 1/2 pi FC, where F is the frequency of the incoming AC and C is the capacitance of the capacitor. So അത് frequency dependent ആണ്. F which comes in the denominator. So as F increases, ഹൈ ഫ്രീക്വൻസി ആണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ലോ ആയിരിക്കും. ലോ ഫ്രീക്വൻസി ആണെങ്കിൽ കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഹൈ ആയിരിക്കും. ബിക്കോസ് XC ഈസ് ഈക്വൽ ടു 1/2 pi FC. ഇനി നമ്മൾ AC കേസ് എടുക്കാം. വി ഹാവ് AC ആൻഡ് DC. ഫോർ AC അതിനൊരു ഫ്രീക്വൻസി കാണും. F ഹാസ് എ പെർട്ടിക്കുലർ വാല്യൂ. അപ്പം എഫിന് വാല്യൂ കാണുമ്പോൾ XC ഈസ് ഈക്വൽ ടു 1/2 pi ഇൻറ്റു, സപ്പോസ് ഇറ്റ് ഈസ് എഫ് നമ്മൾ 50 എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് 1/2 pi ഇൻറ്റു 50 ഇൻറ്റു C എന്നുള്ളൊരു വാല്യൂ വരും നമുക്ക്. സോ ഇറ്റ് ഹാസ് സം വാല്യൂ എന്നുണ്ട്. ഇനി അതേ സമയം നമ്മൾ അപ്പോൾ XCക്ക് ഒരു പെർട്ടിക്കുലർ വാല്യൂ ഉണ്ട്. സപ്പോസ് നമ്മൾ ഇതേ കേസ് DCൻ്റെ ഒരു കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ വാട്ട് ഹാപ്പൻസ് ഫോർ DC ഫ്രീക്വൻസി ഈസ് ഈക്വൽ ടു 0 ആണ്. സോ XC ഈസ് ഈക്വൽ ടു 1/2 pi ഇൻറ്റു 0 ഇൻറ്റു C എന്ന് വരും. 1/0 ഇൻഫിനിറ്റി. സോ DCയുടെ ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസ് ഇൻഫിനിറ്റിയും AC ഓഫർ ചെയ്യുന്ന കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്
അത് ഇറ്റ് ഹാസ് എ വാല്യൂ വിച്ച് ഈസ് ഫാർ ലെസ് കമ്പയർഡ് ടു ഇൻഫിനിറ്റി. ഇറ്റ് ഹാസ് എ സ്മോൾ വാല്യൂ. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക, എ സി ഈസി ആയിട്ട് പാസ് ചെയ്യും. റെസിസ്റ്റൻസ് അല്ലെങ്കിൽ റിയാക്റ്റൻസ് കുറവാണ്, എ സി ഒരു കപ്പാസിറ്റർ കൂടെ ഈസി ആയിട്ട് പാസ് ചെയ്യും. അത് ഫ്രീക്വൻസി കൂടുന്തോറും അതിൻ്റെ ഈസി പാത്ത് കൂടുതലായിരിക്കും. പക്ഷേ ഒരു ഡി സിനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഡി സി എന്തില്ല, അത് ഇത് റെസിസ്റ്റൻസ് അല്ലെ റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്നത് 0 ആണ്. അതായത് ഒരു റിയാക്റ്റൻസ് 2 ടെർമിനൽസിൻ്റെ ഇടയ്ക്ക് എപ്പോഴാണ് റിയാക്റ്റൻസ് 0, ഓപ്പൺ ടെർമിനലിൽ ആക്ട് ചെയ്യുമ്പോഴാണ് റിയാക്റ്റൻസ് 0 ആയിട്ടുണ്ടാവുക. അതായത് 2 ടെർമിനൽസ് നമ്മൾ ഓപ്പൺ ആയിട്ട് വയ്ക്കുമ്പം അതിനിടയ്ക്കൂടെ കറണ്ട് പാസ് ചെയ്യില്ലല്ലോ. അപ്പോൾ നമ്മൾ പറയും ഓപ്പൺ ടെർമിനൽസിൻ്റെ ഇടയ്ക്കുള്ള റിയാക്റ്റൻസ് ആണ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് ആണ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഡി സി വെച്ച് കഴിഞ്ഞാൽ ഡി സിൻ്റെ അക്രോസ് നമ്മളൊരു കപ്പാസിറ്റർ വെച്ച് കഴിഞ്ഞാൽ അത് അവിടെ ഒരു ഓപ്പൺ പോലെ, അതായത് അതിലൂടെ കറണ്ട് ഫ്ലോ ചെയ്യാൻ അത് അനുവദിക്കില്ല. അപ്പോൾ ഇതാണ് കപ്പാസിറ്റർ ഒരു സർക്യൂട്ടിൽ വെച്ച് കഴിഞ്ഞാൽ നടക്കുന്ന ആക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമ്മളൊരു ഇൻഡക്റ്റൻസിൻ്റെ കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇൻഡക്റ്റൻസിൻ്റെ റിയാക്റ്റൻസിന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എക്സ് എൽ എന്നുള്ള സിമ്പിൾ വെച്ചിട്ടാണ്. എക്സ് എൽ ഈസ് ഈക്വൽ ടു 2πfl ആണ്. എക്സ് എൽ ഈസ് ഈക്വൽ ടു 2πfl. അവിടെയും എഫ് ഫ്രീക്വൻസിയാണ്, എൽ ഇൻഡക്റ്റീവ് റിയാക്റ്റൻസിൻ്റെ അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻഡക്ടറിൻ്റെ ഇൻഡക്റ്റൻസിൻ്റെ വാല്യൂ ആണ് എൽ എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ നമ്മളിതുപോലെ എന്ത് ചെയ്യുന്നു, എഫ് എ സി ആണെങ്കിൽ എ സിക്ക് നമ്മളിപ്പോൾ 50 ഹെർട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. എൽ ഇസ് ഈക്വൽ ടു 2π × 50 × എൽ എന്ന് പറയുന്ന ഒരു വാല്യൂ കിട്ടും. സപ്പോസ് ഇറ്റ് ഈസ് ഡി സി ആണെങ്കിൽ ഇറ്റ് ഈസ് ഈക്വൽ ടു 2π × 0 × എൽ വരും. അതായത് ഒരു ഇൻഡക്ടർ ഡി സിക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് 0 ആണ്, എ സിക്ക് അത് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി സിക്ക് ഓഫർ ചെയ്യുന്ന റെസിസ്റ്റൻസ് 0 മീൻസ് എന്താണ്, അതിലൂടെ റെസിസ്റ്റൻസ് ഒന്നും ഇല്ലാത്ത പോലെ കറണ്ടിന് പാസ് ചെയ്യുക. അതായത് കറണ്ടിന് ഈസി ആയിട്ട് എന്തിലൂടെ പാസ് ചെയ്യാൻ പറ്റും, ഒരു ഇൻഡക്ടറിലൂടെ പാസ് ചെയ്യാൻ പറ്റും. അപ്പം എ സി ആണെങ്കിലോ എ സിക്ക് അത് ഒരു റിയാക്റ്റൻസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത് എപ്പോഴും കറണ്ട് എപ്പോഴും ഏതാ ചൂസ് ചെയ്യുന്നത്, ലോ റെസിസ്റ്റൻസ് ആയിരിക്കും, അത് പാത്തായിരിക്കും ചൂസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോൾ എ സി വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഹാസ് എ ഹൈ റെസിസ്റ്റൻസ്, സോ ഇറ്റ് വിൽ നോട്ട് പാസ് ത്രൂ ഇറ്റ് എന്ന് പറയാൻ പറ്റും നമുക്ക്. ഇഫ് ഇറ്റ് ഈസ് എ ഡി സി ഇറ്റ് ഈസിലി പാസസ് ത്രൂ ആൻ ഇൻഡക്ടർ എന്ന് പറയാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരു കപ്പാസിറ്റർ നമ്മളെപ്പോഴും ഒരു ഫിൽറ്റർ സർക്യൂട്ടിൽ കണക്ട് ചെയ്യുമ്പോഴും ഇറ്റ് ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ. കപ്പാസിറ്റർ ഈസ് കണക്റ്റഡ് ഇൻ പാരലൽ ഇൻ എ filter circuit and inductor is connected in series in a filter circuit. കപ്പാസിറ്റർ എപ്പോഴും ഇപ്പോൾ ഇവിടുത്തെ സർക്യൂട്ടിൽ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും, കപ്പാസിറ്റർ പാരലലായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഒരു ഇൻഡക്ടർ നമ്മൾ എങ്ങനെ കണക്ട് ചെയ്യണം, ഇൻഡക്ടർ സീരീസിൽ കണക്ട് ചെയ്യണം. ഇനി നമുക്ക് നോക്കി നോക്കാം. ഫസ്റ്റ് ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദ ഫസ്റ്റ് ഫിൽറ്റർ സർക്യൂട്ട് ഈസ് എ കപ്പാസിറ്റർ ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ അതിൻ്റെ ഫിഗറാണ് നമ്മൾ ഇവിടെ തന്നിരിക്കുന്ന ഫിഗർ. അതായത് നമുക്ക് റെക്ടിഫയർ ഔട്ട്പുട്ട് ഉണ്ട്. The rectifier output എന്ന് പറഞ്ഞാൽ ബിഫോർ ദാറ്റ് നമുക്ക് either we have a full wave center tap rectifier or a full wave bridge rectifier. അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആ ഡയറക്റ്റ് ആ ലോഡ് റെസിസ്റ്റൻസ് കൊടുക്കാതെ നമ്മൾ എന്ത് ചെയ്യുന്നു, അതിൻ്റെ ഔട്ട്പുട്ട് നേരെ ഈ ഒരു സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്യുന്നു. ഒരു കപ്പാസിറ്റർ കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒരു ലോഡ് റെസിസ്റ്റൻസ് ഉണ്ട്. Figure 1.6 shows a capacitor filter circuit. A capacitor C is connected across the rectifier output and parallel with the load resistance. When the pulsating voltage reaches the maximum volt Vm, നമുക്ക് ഔട്ട്പുട്ട് ആദ്യത്തെ ഈ ഫിഗർ 1.7a നോക്കൂ, അതാണ് നമ്മളെ റെക്ടിഫയർ ഔട്ട്പുട്ട്. അതിൻ്റെ മാക്സിമം വാല്യൂ വി എമ്മിൽ എത്തുമ്പോൾ ദ കപ്പാസിറ്റർ ചാർജ് ടു ദ പീക്ക് വാല്യൂ. കപ്പാസിറ്റർ എന്ത് ചെയ്യും, പീക്ക് വാല്യൂയിലേക്ക് ചാർജ് ചെയ്യും. വെൻ ദ റെക്ടിഫയർ വോൾട്ടേജ് സ്റ്റാർട്ട്സ് ടു ഡിക്രീസ്, റെക്ടിഫയർ വോൾട്ടേജ് ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുമ്പോൾ ദ കപ്പാസിറ്റർ ഡിസ്ചാർജസ് ത്രൂ ദ ലോഡ് ആൻഡ് കീപ് ദ വോൾട്ടേജ് അക്രോസ് ദ ലോഡ് നോട്ട് ഫോളിങ് ടു 0. എന്നിട്ടത് നെക്സ്റ്റ് ഇതിൽ വരുന്നത് എന്താണ്, ആദ്യം ഇൻപുട്ട് വോൾട്ടേജ് കൂടി നമ്മൾ റെക്ടിഫയർ ഔട്ട്പുട്ട് മാക്സിമം എത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യുന്നു, കുറയാൻ തുടങ്ങുമ്പം കപ്പാസിറ്റർ എന്ത് ചെയ്യും, ഡിസ്ചാർജ് ചെയ്യാൻ തുടങ്ങും. പക്ഷേ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇൻപുട്ടിൽ അതേപോലെയല്ല വരുന്നത്. കപ്പാസിറ്റർ ഡിസ്ചാർജ് ചെയ്യുമ്പോൾ അതെന്ത് സംഭവിക്കും, ഒരിക്കലും അത് 0ലേക്ക് എത്തുന്നില്ല. അതാണ് നമ്മളിവിടെ 2 ലൈൻസ് കാണുന്നത്, മുകളിൽ കൂടെ പോകുന്ന ആ പാസ് ചെയ്യുന്ന ലൈൻസ്. അതായത് ചാർജിങ് ഓക്കെ, ഡിസ്ചാർജിങ്ങിൽ ഒരിക്കലും എന്ത് വരുന്നില്ല, 0ലേക്ക് ആസ് ഇൻ ദ ഇൻപുട്ട് വേവ് ഫോമിൽ വരുന്നില്ല.
Okay, when the voltage across RL starts to fall from the peak value, next voltage peak appear across C. അപ്പോൾ അത് RLന് across ഉള്ള വോൾട്ടേജ് നമുക്ക് കുറച്ചൊന്ന് കുറയുമ്പോഴേക്ക് ഇവിടെ ഇൻപുട്ട് എന്തായിട്ടുണ്ടാവും, എഗെയിൻ അത് 0ന്ന് രണ്ടാമത്തെ സൈക്കിൾ റിപ്പീറ്റ് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ അത് മാക്സിമത്തിലേക്ക് വരും. മാക്സിമം എത്തിക്കഴിഞ്ഞ് എഗെയിൻ അത് ഡിക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, എഗെയിൻ ഔട്ട്പുട്ടിലെ ലോഡ് റെസിസ്റ്റൻസിലെ വോൾട്ടേജും ഡിക്രീസ് ചെയ്യാൻ തുടങ്ങും. പക്ഷെ അത് എവിടേക്ക് എത്തുന്നില്ല, 0ലേക്ക് എത്തുന്നില്ല. Then it is a value VM and this process is repeated. Figure 1.7 shows the rectifier output and the effect of charging and discharging of the capacitor. അപ്പോൾ അതിൻ്റെ കപ്പാസിറ്ററിൻ്റെ ചാർജസ് ഡിസ്ചാർജിങ് നമ്മൾ കാണിക്കുന്ന മുകളിലത്തെ ഒരു കർവാണ് അതിൻ്റെ ലോഡ് റെസിസ്റ്റൻസിനെ അക്രോസ് വരുന്ന വോൾട്ടേജ് കാണിക്കുന്നത്. അപ്പോൾ അതായത് ഈ 2 വോൾട്ട് കമ്പയർ ചെയ്ത് നോക്കൂ. ഫസ്റ്റ് വൺ നമുക്കുള്ള റെക്ടിഫയറിൻ്റെ ഡയറക്റ്റ് ഔട്ട്പുട്ടാണ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ എൻവലപ്പ്, അതിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു കർവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ ഔട്ട്പുട്ട് ഫ്രം ദി ഫിൽറ്റർ സർക്യൂട്ട്. അപ്പോൾ 2 കേസും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഫസ്റ്റ് വണ്ണിൻ്റെ അത്രയും റിപ്പിൾസ് അല്ലെങ്കിൽ AC കോമ്പണൻറ്റ് ഏതിലില്ലാന്ന് കാണാൻ പറ്റും, നമുക്ക് സെക്കൻഡ് വണ്ണിൽ ഇല്ലയെന്ന് കാണാൻ പറ്റും. It may be seen that very little ripple is left in the output. വളരെ കുറച്ച് റിപ്പിൾസ് മാത്രമേ ഇതിൽ വരുന്നുള്ളൂ, ഔട്ട്പുട്ടിൽ വരുന്നുള്ളൂ. The ripple voltage in the filtered output for a full wave rectifier is smaller than that in a half wave rectifier because the capacitor recharges at a short interval. അപ്പോൾ നമ്മളിതിന് ഫുൾ വേവ് റെക്ടിഫയർ അതിൻ്റെ ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യുന്നത്. കാരണം മറ്റേതിൻ്റെ കേസാണെങ്കിൽ കുറേ നേരം അതെന്തിൽ നിൽക്കുന്നുണ്ട്, 0യിൽ നിൽക്കുന്നുണ്ട്. ഔട്ട്പുട്ട് നമുക്കെന്ത് വരുന്നുണ്ട്, മാക്സിമമായി പിന്നെ 0യിൽ വന്ന് അടുത്ത ഹാഫ് സൈക്കിൾ കട്ട് ചെയ്ത് പോവുകയാണ്. അപ്പോൾ അത്രയും സമയത്ത് കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ, ഡിസ്ചാർജ് ചെയ്ത് ലോയിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളെപ്പോഴും ഫുൾ വേവ് റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ടാണ് യൂസ് ചെയ്യുന്നത്. ഫോർ ലോ ലോഡ് കറണ്ട് ആപ്ലിക്കേഷൻസ് the capacitor filter may be adequate to maintain a relatively constant receive. ഒരു സാധാ ഒരു സർക്യൂട്ടിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സിംഗിൾ കപ്പാസിറ്റർ യൂസ് ചെയ്തിട്ട് ഇതുപോലത്തെ ഒരു ഔട്ട്പുട്ട് വേവ് ഫോം ക്രിയേറ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. ഒന്നുകൂടെ നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെയാണെങ്കിൽ ഇവിടെ നോക്കിക്കഴിഞ്ഞാലും സപ്പോസ് ഈ സീൻ്റെ അപ്പർ ടെർമിനൽ ഉണ്ടല്ലോ, നിങ്ങൾ കണ്ടുമല്ലോ, ഈ സർക്യൂട്ടിൽ വരുന്ന റെക്ടിഫയർ ഔട്ട്പുട്ട് വരുമ്പോൾ ഈ ജംഗ്ഷൻ കപ്പാസിറ്ററും ഈ റെക്ടിഫയർ ഔട്ട്പുട്ടും കൂടി വരുന്ന ഈ മുകളിലത്തെ ജംഗ്ഷനിൽ എത്തിക്കഴിയുമ്പം അവിടെ റെക്ടിഫയർ ഔട്ട്പുട്ടിൽ AC കോമ്പണൻ്റ് ഉണ്ട്, DC കോമ്പണൻ്റ് ഉണ്ട്. അപ്പോൾ എന്ത് സംഭവിക്കും, ഈ AC മുഴുവൻ ഏതിൽ ബൈപ്പാസ് ചെയ്യും, കപ്പാസിറ്റർ കൂടെ ഈസി ആയിട്ട് ഫ്ലോ ചെയ്യും. എന്നാൽ DCക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കപ്പാസിറ്റർ കൂടെ പാസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ബാക്കി എന്തായിരിക്കും, ഈ കപ്പാസിറ്ററിന് അക്രോസ് വരുന്ന വോൾട്ടേജ് ആയിരിക്കും ഇത് നമുക്ക് കപ്പാസിറ്ററിലൂടെ എല്ലാ AC കോമ്പണൻറ്റും ഫിൽറ്റർ ബൈപ്പാസ് ചെയ്തിട്ട് പോയിട്ടുണ്ടാവും. ബാക്കി വരുന്ന DC ആയിരിക്കും ഇതിനെ അക്രോസ് വരുന്നുണ്ടാവുക, ലോഡ് റെസിസ്റ്റൻസിന് അക്രോസ് വരുന്നുണ്ടാവുക. അപ്പോൾ ഈ കപ്പാസിറ്റർ ഫിൽറ്റർ ചെയ്യാൻ യൂസ് ചെയ്യണം. ഇത് ACനെ കംപ്ലീറ്റ് അതെന്ത് ചെയ്യും, പെട്ടെന്ന് ബൈപ്പാസ് ചെയ്യിച്ചിട്ട് അതിനെ നമ്മൾ റെക്ടിഫയർ ഔട്ട്പുട്ടിൽ നിന്ന് അതിൻ്റെ AC കോമ്പണൻറ്റിനെ ഫിൽറ്റർ ചെയ്ത് കളയുന്നുണ്ട് ആരും, കപ്പാസിറ്റർ. ഒരു സിംഗിൾ കപ്പാസിറ്ററാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ ഇറ്റ് ഈസ് നോൺ ആസ് എ കപ്പാസിറ്റർ ഫിൽറ്റർ സർക്യൂട്ട് എന്ന് പറയാൻ പറ്റും നമുക്ക്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ഫിൽറ്റർ സർക്യൂട്ടാണ് ചോക്ക് ഇൻപുട്ട് ഫിൽറ്റർ എന്ന് പറയുന്നത്. അതിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, നിങ്ങൾക്ക് സർക്യൂട്ട് നോക്കിയാൽ കാണാൻ പറ്റും, ഒരു റെക്ടിഫയർ ഔട്ട്പുട്ടിൽ നിന്ന് നമ്മൾ സീരീസ് ആയിട്ട് L എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഡക്ടറാണ്. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാമല്ലോ, ജസ്റ്റ് ഒരു നമ്മളെന്ത് ചെയ്യുന്ന ഒരു സോളിനോയിഡ് ടൈപ്പ് ഒരു കമ്പിയുടെ ചുരുൾ. ദെൻ ഒരു കപ്പാസിറ്റർ നമ്മൾ പാരലലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളെന്ത് ചെയ്യുന്നു, ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നു. ഇനി അതിൽ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ ചോക്ക് ഓർ ഇൻഡക്ടർ കോയിൽ L in series with a rectifier output and a filter capacitor C across the load RL കണക്ട് ചെയ്തു. The pulsating output of the rectifier is connected across the filter section. നമ്മൾ ആദ്യം റെക്ടിഫയർ ഔട്ട്പുട്ട് നമ്മൾ Lൽ കണക്ട് ചെയ്തു, ദെൻ സിയിൽ വരുന്നുണ്ട്. ഇനി റെക്ടിഫയർ ഔട്ട്പുട്ട് നമ്മളെ ഫുൾ വേ റെക്ടിഫയറിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ ഇൻഡക്ടറിൽ കണക്ട് ചെയ്ത്, ഇൻഡക്ടറിൽ കണക്ട് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാം, അത് DCനെ പാസ് ചെയ്യിക്കും, ACനെ ബ്ലോക്ക് ചെയ്യിക്കും. അപ്പോൾ ഈ ഇൻഡക്ടർ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഏത് കോമ്പണൻസ് മാത്രം കൂടുതലായിരിക്കുക, മെജോറിറ്റി AC കോമ്പണൻറ്റും അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവും. ഇൻഡക്ടറിൻ്റെ ഔട്ട്പുട്ടിൽ വരുന്നത് എന്തായിരിക്കും, എപ്പോഴും ആ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേ, ഈ കപ്പാസിറ്ററും ഇൻഡക്ടറും കൂടി ഈ ജംഗ്ഷനിലേക്ക് എത്തുമ്പോഴേ അവിടെ DC കോമ്പണൻ്റ് ആയിരിക്കും കൂടുതൽ വരുന്നുണ്ടാവുക. ദെൻ അഗെയിൻ ഇതിവിടെ എന്തുണ്ട്, ഒരു കോമ്പണൻറ്റ് കപ്പാസിറ്റർ വരുന്നുണ്ട്. കപ്പാസിറ്റർ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും, AC അതിൽ അഗെയിൻ ഇത് ജംഗ്ഷനിൽ എത്തുന്നതിൽ AC കുറച്ച് ബാക്കി കാണും. ആ AC അഗെയിൻ കപ്പാസിറ്ററോട് എന്ത് ചെയ്യും, അത്
ഫിൽറ്റർ ചെയ്തിട്ട് കളയും. ബാക്കി വരുന്ന DC ആയിരിക്കും നമ്മൾ എക്സ്റ്റേണൽ ലോഡ് റെസിസ്റ്റൻസിലൂടെ പാസ് ചെയ്യുന്നത്. വായിച്ചു നോക്കൂ. When the rectified output passes through the inductor, it offers a high impedance to AC component and negligible resistance to DC component. As a result, most of AC appear across L and it is bypassed through the capacitor C. സിയിലൂടെ ബൈപ്പാസ് ചെയ്യുകയും ചെയ്യും. മോസ്റ്റ് ഓഫ് ദ DC ആയിരിക്കും ഇതിലൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക, L കൂടെ പാസ് ചെയ്യുന്നുണ്ടാവുക, അതായത് ഇൻഡക്ടർ കൂടെ പാസ് ചെയ്യുന്നുണ്ടാവും. This is because the capacitor allows AC to pass through it and block the DC component. It allows AC to pass through it and block the DC component. The net effect is that the DC component will appear across RL. In this way, the filter circuit has filtered out the AC component from the rectifier output, allowing AC component to reach the നെക്സ്റ്റ് സർക്യൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കപ്പാസിറ്റർ ഇൻപുട്ട് ഫിൽറ്റർ ഓർ പൈ ഫിൽറ്റർ സർക്യൂട്ടാണ് നെക്സ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഇൻഡക്ടർ ഉണ്ട്, ഇപ്പോൾ 2 കപ്പാസിറ്റേഴ്സ്. അപ്പോൾ ഇതിൻ്റെ സ്ട്രക്ചർ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ മാത്തമാറ്റിക്സിലെ പൈ എഴുതുന്ന പോലെയുള്ള ഒരു ഫോമുല, അതുകൊണ്ടാണ് അതിനെ പൈ ഫിൽറ്റർ എന്ന് പറയുന്നത്. ഇവിടെ അതിൻ്റെ ആക്ഷൻസ് ഒരു കപ്പാസിറ്റർ ഫിൽറ്ററും ചോക്ക് ഫിൽറ്ററിൻ്റെ ഒക്കെ പോലെ തന്നെയാണ്. For high load currents, a more effective filter is required if a ripple-free output voltage is desired. A more effective filter called a pi filter because of its schematic resemblance to the Greek letter pi as shown in figure 1. It consists of the filter capacitor C1 connected across the rectifier output, a choke coil L in series and another filter capacitor C2 connected across the load resistance. 2 capacitors and 1 filter circuit. The pulsating output from the rectifier is applied across the input terminals of the filter circuit. The filter capacitor C1 offers low impedance to the AC component and infinite resistance to DC. Therefore, C1 bypasses most of AC components and blocks the DC component. The DC component passes through the choke coil and load resistance RL. The choke coil offers high impedance to AC current, but it offers a small resistance to DC current. Therefore, choke coil allows the DC current to flow through it, and the capacitor C2 bypasses